ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഇന്നിപ്പോൾ കുറച്ച് ചീരത്തൈകളും മുളകിൻ്റെ തൈകളൊക്കെ ഒന്ന് പാകി നിർത്തിയിരുന്നു. അതൊക്കെ ഒന്ന് പറിച്ച് നടന്നൊരു വീഡിയോ ആണ്. കുറച്ച് ദിവസമായി ഇങ്ങനെ ഇത് ചീര വിത്തൊക്കെ പാകിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു തടം കോരിയിട്ട് ഇപ്പോൾ അതിലേക്ക് നടന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തടം കോരുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ തടം കോരിയതിന് ശേഷം എല്ലുപൊടിയും, ഞാൻ കഴിഞ്ഞ ദിവസം കുളം ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ കുളത്തിൽ നിന്നുള്ള ചെളിയൊക്കെ ഇതിൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ തടം റെഡിയാക്കിയത്. എനിക്ക് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മടിയാണ്. എന്നാലും പിന്നെ നമ്മളിങ്ങനെ നട്ട് കഴിയുമ്പോൾ പിന്നെ അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നും. നട്ടത് വളർന്നൊക്കെ വലുതായി വരുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പാകി. ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി വലുതായി കഴിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുമായിരുന്നു ഈ തൈകളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് പറിച്ചിടാൻ ഇന്നാണ് ഇപ്പോൾ ഒരു സമയം കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതാണ്. ഇനിയും മുളകിൻ്റെ വിത്തുകളാണ്. അത് പാകിയിരിക്കുന്നത് അപ്പുറത്താണ്, വീടിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അത് പറിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ മുളകിൻ്റെ തരികൾ കുറേ കിടന്നത് ഇങ്ങനെ വെറുതെ പാകിയതാണ്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പിടിച്ചു വന്നു. അപ്പോൾ അതാണിപ്പം അതിൽ വളർന്ന് വലുതായ വിത്തുകളൊക്കെയാണ്, തൈകളാണിപ്പോൾ പറിച്ചിട്ട് നടാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്തപ്പോൾ ഇത്രയും തന്നെ ഉണ്ട്. ഇതവിടെ കൊണ്ടുപോയി നടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ആദ്യം ഒരു ലെയറായിട്ട് ഇങ്ങനെ ചീര നടാം, അതിൻ്റെ അടുത്ത ലെയറായിട്ട് ഇങ്ങനെ മുളക് നടാം എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അങ്ങനെ കാന്താരി മുളകല്ല, മറ്റേ വലിയ മുളകാണ്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് നടുന്നതാണ് ഈ കാണുന്നത്. ചീര ഏകദേശം 21 ദിവസം കൊണ്ടൊക്കെ പൂർണ്ണ വളർച്ച എത്തുമല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് ഈ മുളകും വലുതായി കിട്ടും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് മുളക് നടുന്നത്. ഞങ്ങളിവിടെ പിന്നെ മറ്റൊന്നുള്ളത്, ആഫ്രിക്കൻ ഒച്ചിൻ്റെ വലിയ ശല്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ പറിച്ച് നട്ട കുറച്ച് മുളക് തൈയൊക്കെ ഇടയ്ക്ക് ആഫ്രിക്കൻ ഒച്ച് വന്ന് തിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കുറച്ച് ഉപ്പൊക്കെ അപ്പുറത്തേക്ക് ഇതിന് ശേഷം ഇടണം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ചെടി നടുന്നത്. പിന്നെ നാളെ രാവിലെ അറിയാം ബാക്കി എത്രണ്ണം ഉണ്ട്, എത്രണ്ണം ഒച്ചൊക്കെ തിന്നെന്നുള്ളത്. ഞാനിപ്പോൾ ചെടി നട്ട് ഏകദേശം തീരാറായിട്ടുണ്ട്. ഉണ്ടോ, ഏകദേശം തീരാറായി. ഇനിയിപ്പോൾ ഒന്ന് നനച്ച് കൂടി കൊടുക്കണം. പ്രാവൊക്കെ ഇതെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 2 പ്രാവ് അടയിരിപ്പുണ്ട്. ഇനി പ്രാവിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഒന്നുകൂടിയൊക്കെ ഇടാം. നേരത്തെ പ്രാവിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഏകദേശം പൂർണ്ണമായി നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.